Hi all, good evening. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ JEE മെയിൻസിനൊക്കെ അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ആദ്യത്തെ ചോദ്യമായിരിക്കും അതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻ വരും എന്നുള്ളതൊക്കെ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഓവറോൾ വെയിറ്റേജ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ മൊത്തത്തിലുള്ള ടോപ്പിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു കോംബോ നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ ഒരു 3ഓളം ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പം ഹീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചാപ്റ്ററിന്ന് നമ്മൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ തെർമോഡൈനാമിക്സും എക്സ്പ്ലോർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഹീറ്റിലെ കോൺസെപ്റ്റുകൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് തെർമോഡൈനാമിക്സ് പഠിക്കാൻ. സ്വാഭാവികമായിട്ടും ഈ മൂന്ന് ചോദ്യങ്ങൾ എന്ന് പറയുമ്പം പലപ്പോഴും നമ്മൾ തെർമോഡൈനാമിക്സിൽ 2 ക്വസ്റ്റ്യനും നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസിൽ ഒരു ക്വസ്റ്റ്യനും എന്ന രീതിയിൽ കാണുമ്പം നമുക്ക് തോന്നും അതിലൊരു ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് തെർമോഡൈനാമിക്കൽ കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതുതന്നെയാണ് ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് എനർജി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ എനർജി ട്രാൻസ്ഫർ പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ കാണാറുണ്ട്. അതിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടാണ് ഒരു എനർജി ട്രാൻസ്ഫർ സംഭവിക്കുന്നതെങ്കിൽ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹീറ്റ് എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഹീറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്വാണ്ടിറ്റി ഓഫ് എനർജിയാണ് ഒരു മാറ്ററിൽ. അപ്പോൾ നമ്മളൊരു മാറ്ററിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹീറ്റ് എനർജി ആ മാറ്ററിലെ ഇൻറ്റേർണൽ എനർജി കൂട്ടുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇൻ്റർമോളിക്കുലാർ മോഷൻ വരും. അതുപോലെ തന്നെ കോൺഫിഗറേഷനിൽ ചേഞ്ച് വരും. അങ്ങനെ വരുമ്പം ഇൻ്റർമോളിക്കുലാർ മോഷൻ കൊണ്ടാണ് ഒരു കൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻറ്റേർണൽ കൈനറ്റിക് എനർജി എന്നാക്കി മാറ്റും. അതേസമയം കോൺഫിഗറേഷൻ കൊണ്ടാണ് അവിടെ മാറ്റങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ അതിനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമ്മൾ കണക്കാക്കും. അപ്പം ഹീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എനർജിയാണ്. ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി വിച്ച് ഈസ് ട്രാൻസ്ഫർ ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ബോഡിയുടെ ഹീറ്റ് ലെവൽ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷറാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് എന്ന് നമ്മൾ വേണേൽ പറയും. അതുകൊണ്ട് ഒരു ബോഡി ഹോട്ട് ബോഡി ആണോ അല്ലെങ്കിൽ കോൾഡ് വൺ ആണോ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുക അതിൻ്റെ ടെമ്പറേച്ചർ സ്റ്റേറ്റസ് നോക്കിയിട്ടാണ്. അപ്പോൾ അത് സ്റ്റേറ്റസ് മാത്രമാണ് കാണിക്കുന്നത്, മറ്റൊന്നും അതിൽ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടൊരു ഹോട്ട് ബോഡി എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് അതിനകത്ത് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. കോൾഡ് വൺ എന്ന് പറയുമ്പം അതിൻ്റെ ടെമ്പറേച്ചർ സ്റ്റാറ്റസ് വളരെ കുറവുമായിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ കോൺസെപ്റ്റുകളുടെ ഒരു മിക്സാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്ന മറ്റു കാര്യങ്ങളല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതോ അല്ല, ഒന്നാമത്തത് യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പം ഹീറ്റ് എനർജി യൂഷ്വലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ജൂൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ദി ഹീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് യൂഷ്വലി നമ്മൾ പല രീതിയിൽ മെഷർ ചെയ്യാറുണ്ട്. നമ്മൾ പല ചാപ്റ്ററുകളിൽ ഇപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ജൂൾസ് ലോയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നമ്മൾ ഹീറ്റ് മെഷർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതേ ചാപ്റ്ററിൽ തന്നെ നമുക്ക് ഒരു മാറ്ററിന് നമ്മളൊരു ഹീറ്റ് കൊടുക്കുമ്പം സർട്ടൺ ടെമ്പറേച്ചർ ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് എമൗണ്ട് ഓഫ് എനർജി ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ വെൻ എ സബ്സ്റ്റൻസ് ഈസ് മെൽറ്റഡ് വാട്ട് എമൗണ്ട് ഓഫ് എനർജി ഈസ് അബ്സോർബ്ഡ്. അതുപോലെ തന്നെ വെൻ എ സബ്സ്റ്റൻസ് ഈസ് സോൾഡിഫിക്കേഷൻ, ദാറ്റ് മീൻസ് നമ്മൾ വെള്ളത്തെ നമ്മൾ വാട്ടറിനെ നമ്മൾ ഫ്രീസ് ചെയ്ത് ഐസാക്കി മാറ്റി ഐസിനെ നമ്മൾ മെൽറ്റ് ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് വാട്ടറിനെ നമ്മൾ ഐസാക്കി മാറ്റുമ്പം അവിടെ ഹീറ്റ് ലോസ് വരുന്നുണ്ടെങ്കിൽ അതേസമയം ഐസ് മെൽറ്റ് ചെയ്യുമ്പോൾ അത് ഹീറ്റ് അബ്സോർപ്ഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പാരാമീറ്റേഴ്സാണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ യൂഷ്വലി ഇപ്പം നമുക്കൊരു എമൗണ്ട് ഓഫ് മാസിനെ നമ്മൾ സർട്ടൺ ടെമ്പറേച്ചർ സ്റ്റേറ്റസിലോട്ട് കൊണ്ടുപോയി വാട്ട് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇറ്റ് ഈസ് അബ്സോർബ്ഡ് എന്ന് ചോദിക്കുമ്പം നമ്മൾ യൂഷ്വലി എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് Q is equal to MC. So Q is equal to M into
സി ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഇതിൽ ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. എം സ്റ്റാൻഡ്സ് ഫോർ ദി മാസ്, സി സ്റ്റാൻഡ്സ് ഫോർ ദി കപ്പാസിറ്റി ആൻഡ് ഡെൽറ്റ ടി റെപ്രസെൻറ്റ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് നമ്മുടെ 3 മെഷർമെൻറ്റുകൾ. ഇതേപോലെ തന്നെ ഒരു മാറ്ററിനെ നമ്മൾ ഒരു ഐസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെൽറ്റ് ചെയ്തിരിക്കുന്ന ഐസ് എത്രത്തോളം ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടുണ്ടോ അത്രയും ഹീറ്റ് അത് എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ടോ ആ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ ഒരു ഇക്വേഷനാണ് Q is equal to M into LF, where M stands for the mass, LF is the latent heat of fusion. Similarly, when water is vaporized, then the amount of heat absorbed അത് നമ്മൾക്ക് മെഷർ ചെയ്യാൻ ഇങ്ങനെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ ഉപയോഗിക്കും. Q is equal to mass into latent heat of vaporization. അങ്ങനെ നമ്മൾ പല രീതിയിൽ ഓരോരോ കേസുകളിലും നമ്മൾ അവിടുത്തെ ഓരോ പാരാമീറ്റേഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. അപ്പോൾ ജനറലി നമ്മൾ ജൂൾ എന്ന് പറയുന്ന ഒരു SI യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹീറ്റിൻ്റെ എമൗണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അതിന് പകരമായിട്ട് ചിലപ്പോൾ നമ്മൾ മറ്റു ചില യൂണിറ്റുകളും കാണാൻ സാധ്യതയുണ്ട്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കലോറി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1 കലോറി, ഗ്രാം കലോറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1 കലോറി എന്ന് വിളിച്ചിരിക്കുന്നത് ഏകദേശം നമുക്ക് ഇങ്ങനെ എഴുതി വയ്ക്കാം. 1 കലോറി ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ എഴുതാം. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 4.2 ജൂൾ ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റാണ് എർഗ് എന്ന് പറയുന്നത്. നിങ്ങൾ +1 പഠിക്കുന്ന സമയത്ത് കൺവേർഷൻ ഓഫ് 1 ജൂൾ ഇൻറ്റു എർഗ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എർഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ CGS വേർഷനാണ്. 1 ജൂൾ എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 10⁻⁷ എർഗ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കേൾക്കാൻ സാധ്യതയുള്ള മറ്റൊരു യൂണിറ്റാണ് BTU എന്ന് പറയും. അതിനെ നമ്മൾ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റ് എന്നാണ് പറയാറുള്ളത്. ആ ഒരു കൺസെപ്റ്റിനകത്ത് നമുക്ക് ഏകദേശം 1055 ജൂൾ എന്ന് പറയുന്നതാണ് ഒരു BTU. അപ്രോക്സിമേറ്റ്ലി നമുക്കതൊരു 252 കലോറി വാല്യൂ ആയിരിക്കും നമ്മളത് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പലതരം യൂണിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതിൽ നമ്മുടെ SI യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഈസ് എന്താണ്, ജൂളാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലെല്ലാം, പ്രത്യേകിച്ച് JEEയുടെ ക്വസ്റ്റ്യൻസിലെല്ലാം കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പലപ്പോഴും നമുക്ക് യൂണിറ്റുകൾ തരാറുള്ളത്. അതുകൊണ്ട് ഈ റിലേഷൻ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് പലപ്പോഴും ഈ കലോറിയിൽ തരുന്നിരിക്കുന്ന ഒരു വാല്യൂവിൻ്റെ ഫൈനൽ ആൻസർ ചിലപ്പോൾ ജൂളിലായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു റിലേഷൻ നമുക്ക് അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളത് രണ്ടാമത്തെ കേസ്, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇതേപോലെ ജൂൾ വെച്ചിട്ടോ കലോറി വെച്ചിട്ടോ BTU വെച്ചിട്ടോ ഒക്കെ നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ബോഡിയുടെ സ്റ്റേറ്റസ് ആണ് കാണിക്കുന്നത്. എത്രത്തോളം ഹീറ്റ് ആ ബോഡിയിൽ അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഹീറ്റ് ആ ബോഡിയിൽ നിന്ന് ലൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ശരിക്കും ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ടെമ്പറേച്ചർ സ്റ്റേറ്റസ് കാണിക്കാൻ നമ്മൾ ഇതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള യൂണിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റപ്പാണ് തെർമോമീറ്ററുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഈ തെർമോമീറ്ററുകൾ ശരിക്കും നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് വെച്ചിട്ടാണ്. ആ വെൽ ഡിഫൈൻഡ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പം സാധാരണഗതിയിൽ നമ്മൾ ഐസ് പോയിന്റ് ആണ് ഒരു സ്റ്റേറ്റ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടറുമാണ്. ഇത് രണ്ടും ഒരു ATM അറ്റ്മോസ്ഫിയറിക് പ്രഷർ സർക്കംസ്റ്റാൻസിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പം നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മൾ വ്യത്യസ്ത യൂണിറ്റുകൾ ഉപയോഗിക്കും. ആ യൂണിറ്റുകൾക്കും നമ്മൾ ഇതേപോലെ തന്നെ ഒരു റിലേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ യൂഷ്വലി നിങ്ങൾ കേട്ട് പരിചയം ഉണ്ടാകാൻ സാധ്യതയുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലേ? ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. അപ്പം ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കുന്ന ഒരു കേസുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള മറ്റൊന്നാണ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിൽ. ഇങ്ങനെ 2 സ്കെയിലുകൾ ചിലപ്പോൾ നമുക്ക് ഫെമിലിയർ ആവും. എന്നാൽ ഇത് മാത്രമല്ല, നമുക്ക് ഇനിയുമുണ്ട് സ്കെയിലുകൾ, വ്യത്യസ്തങ്ങളായിട്ട് സ്കെയിലുകളുണ്ട്. അതിൽ 2 നമുക്ക് നല്ല പരിചയമുള്ളതാണ്, സെൽഷ്യസ് സ്കെയിലും അതുപോലെ തന്നെ കെൽവിൻ സ്കെയിലും. ഇത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലുകളാണ് ഫാരൻഹൈറ്റ് സ്കെയിൽ എന്ന് വിളിക്കും ഒന്ന്. മറ്റൊന്ന് റാങ്കൈൻ സ്കെയിൽ എന്ന് പറയും. മറ്റൊന്ന് റൈമോർ സ്കെയിൽ എന്ന് വിളിക്കും.
ഇങ്ങനെ വിളിച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കെയിലുകളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഒരു സെക്ഷനിലാണ്, അതായത് കൺവേർഷനാണ്. ഇപ്പോൾ സെൽഷ്യസ് സ്കെയിലിലെ ഒരു വാല്യൂവിന് എനിക്ക് കെൽവിൻ സ്കെയിലോട്ട് മാറ്റണം, അതുപോലെ തന്നെ കെൽവിൻ സ്കെയിൽ ഒരു വാല്യൂവിന് എനിക്ക് ഫാരൻഹൈറ്റ് സ്കെയിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പൊതുവെ ഇതിനകത്ത് നമ്മുടെ 2023-ലാണെങ്കിലും 2022-ലാണെങ്കിലും ഒക്കെ നമുക്ക് JEE പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ആ കൺവേർഷൻസ് നമ്മൾ പഠിക്കണം. അപ്പോൾ ഒരു തെർമോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത് അതിനകത്ത് ഉള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പോൾ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മളൊരു സ്റ്റെമ്മും, നമുക്ക് പരിചയമുള്ളൊരു തെർമോമീറ്ററിൻ്റെ കൺസെപ്റ്റ് എടുത്ത ഒരു സ്റ്റെമ്മ്, ആ സ്റ്റെമ്മിൻ്റെ ഒരു സ്ഫെറിക്കൽ ബോൾ വെച്ച് നമ്മൾ ഇതേപോലെ ഒരു സ്ഫെറിക്കൽ ബോൾ വെച്ച് അതിനകത്ത് നമ്മൾ എന്തെങ്കിലും ലിക്വിഡോ എന്തെങ്കിലും നമ്മൾ ഫില്ല് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ട സബ്സ്റ്റൻസുമായിട്ട് ഈ ബോൾ ഇതിനെ നമ്മൾ കോണ്ടാക്റ്റിൽ നിർത്തിയാൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഈ ലിക്വിഡ് എക്സ്പാൻഷൻസ് നടക്കും. ആ എക്സ്പാൻഷൻ ചിലപ്പം ഈ ലിക്വിഡ് ലെവലിൽ മാറ്റങ്ങൾ വരുത്തും. ആ ലിക്വിഡ് ലെവലിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യാറുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ലിക്വിഡിൻ്റെ ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ, ലീനിയർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ, അതും അല്ലെങ്കിൽ ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു എക്സ്പാൻഷൻ ആയിരിക്കും നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം ഇതിൽ ഈ പറയുന്ന സ്കെയിലുകളുടെ കൺവേർഷനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ഓരോ സ്കെയിലും കോൺഫിഗർ ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു വെൽ ഡിഫൈൻഡ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വെച്ചിട്ടായിരിക്കും. ആ വെൽ ഡിഫൈൻഡ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൽ ഒന്ന് നമ്മൾ പറയുന്നത് ഐസ് പോയിന്റ് ആണ് ഒന്നെന്ന് പറയുന്നത്. ഈ ഐസ് പോയിന്റ് സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ആ സ്കെയിലിലെ LFP എന്ന് പറയാം, ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് നമ്മൾ അതിനെ മുഴുവനായിട്ട് വിളിക്കാം. ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് നമ്മൾ അതിനെ പറയും, LFP. അതുപോലെ തന്നെ അടുത്തത് നമ്മളുടെ ബോയിലിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റിനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റീം പോയിന്റ് എന്ന് പറഞ്ഞ് നമുക്ക് മാർക്ക് ചെയ്യാം. അതും സെൽഷ്യസ് സ്കെയിലിൽ നമ്മൾ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ നമ്മൾ UFP എന്ന് വിളിക്കും. അതായത് അപ്പർ ഫിക്സ്ഡ് പോയിന്റ് ആണ് അതിൻ്റെ ഉദ്ദേശം, അപ്പർ ഫിക്സ്ഡ് പോയിന്റ്. എവറി സ്കെയിൽ വിൽ ഹാവ് എ ലോവർ ഫിക്സ്ഡ് പോയിന്റ് വാല്യൂ ആൻഡ് ഓൾസോ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് വാല്യൂ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് നോക്കിയാൽ മതി. ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ഞാൻ 5 സ്കെയിലുകളും ഇവിടെ ഞാൻ മെഷർ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്കെയിലിലെ ടെമ്പറേച്ചർ കൺവേർഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നോക്കാം. നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിനകത്ത് ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന LFP എന്ന് പറഞ്ഞിരിക്കുന്നത്, ലോവർ ഫിക്സ്ഡ് പോയിന്റ്. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ UFP, അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോവർ ഫിക്സ്ഡ് പോയിന്റ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന സെൽഷ്യസ് സ്കെയിലാണ് ഫസ്റ്റ് സ്കെയിൽ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സെൽഷ്യസ് സ്കെയിലിലെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നിങ്ങൾക്ക് നോക്കാം വാട്ട് ഈസ് ദ തെർമോഡൈനാമിക് സ്റ്റേറ്റ് ദെയർ എന്നത് നിങ്ങൾക്ക് അവിടെ നോക്കാം. ഇറ്റ് ഈസ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ആയിട്ടാണ് നിങ്ങൾ കണക്കാക്കുന്നത്. സെയിം സ്റ്റേറ്റസ് നിങ്ങൾ ഫാരൻഹൈറ്റ് സ്കെയിലായിരിക്കുമ്പോൾ അത് 32 ഡിഗ്രി ഫാരൻഹൈറ്റ് എന്നും, കെൽവിൻ സ്കെയിലായിരിക്കുന്ന സമയം നമ്മളത് 273.15 കെൽവിൻ എന്നും, അതേപോലെ റാങ്കൈൻ സ്കെയിൽ ഇറ്റ് ഈസ് 491 റാങ്കൈൻ എന്നും, അതുപോലെ തന്നെ റൈമോർ സ്കെയിൽ അത് 0 ഡിഗ്രി റൈമോർ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എവറി സ്കെയിൽ ഇസ് ഡിഫറെൻറ്റ് ഇൻ ടേംസ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. അത് നമ്മൾ നോക്കി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന UFP, അപ്പർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ അപ്പർ ഫിക്സ്ഡ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ കാണിക്കുന്നു സെൽഷ്യസ് സ്കെയിലിൽ. സെയിം ടെമ്പറേച്ചർ സ്റ്റേറ്റസ് നമ്മൾ ഒരു ഫാരൻഹൈറ്റ് സ്കെയിലിൽ 212 എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് പഠിച്ചിട്ടുണ്ട്, അവിടെ സ്ക്രൂ ഗേജ് പഠിച്ചിട്ടുണ്ട്, വെർണിയർ കാലിപ്പർ പഠിച്ചിട്ടുണ്ട്. ഇത്തരം സ്ക്രൂ ഗേജും വെർണിയർ കാലിപ്പറും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും ചെറിയ റീഡിംഗ് എത്രയെന്നുള്ളതാണ്. അപ്പം ഈ ചെറിയ റീഡിംഗ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ സെൽഷ്യസ് സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ 0ക്കും 100നും ഇടയിൽ നമുക്ക് 100 ഡിവിഷൻസ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത്.
അതേസമയം ഇവിടെ 32,212 ആണ് നമ്മുടെ ലിമിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 180 ഡിവിഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് ഒരു സെൽഷ്യസ് സ്കെയിലിലെ ഒരു ഡിവിഷൻ 1 ഡിഗ്രി സെൽഷ്യസ് റെപ്രസെൻറ്റ് ചെയ്യുമ്പം 1 ഡിവിഷൻ ഓവർ ദി ഫാരൻഹൈറ്റ് സ്കെയിൽ ഈസ് നോട്ട് ഇക്വാലൻ്റ് ടു 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കതിനെ പറ്റിയൊക്കെ സംസാരിക്കും, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ വാരിയസ് സ്കെയിലുകൾ നമ്മൾ കണ്ടു. ഈ വാരിയസ് സ്കെയിലുകളുടെ എന്താണ് കൺസെപ്റ്റിലെ കൺവേർഷനാണ് നമുക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. റീഡിംഗ് ഓൺ എനി സ്കെയിൽ, ഈ കാണിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, റീഡിംഗ് ഓൺ എനി സ്കെയിൽ ഓക്കെ മൈനസ് LFP ഡിവൈഡഡ് ബൈ UFP മൈനസ് LFP എന്ന് പറയുന്നത് സെൽഷ്യസ് സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഇക്വേറ്റ് ഇറ്റ് വിത്ത് C/100 എന്ന് പറയുമ്പോൾ C/100 എന്താണ്? 100 സ്റ്റാൻഡ്സ് ഫോർ ഹൗ മെനി ഡിവിഷൻസ് ആർ ഹിയർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 100 ഡിവിഷൻസ് ആണ് ഒരു സെൽഷ്യസ് സ്കെയിലിനകത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്കെയിലിലോട്ടുള്ള കൺവേർഷൻ ആകുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. റീഡിംഗ് ഓൺ എനി സ്കെയിൽ മൈനസ് LFP ഡിവൈഡഡ് ബൈ UFP മൈനസ് LFP. ഈ LFP ലോവർ ഫിക്സ്ഡ് പോയിന്റ് അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും, അപ്പർ ഫിക്സ്ഡ് പോയിന്റും പറഞ്ഞിരിക്കും. അതിനർത്ഥം അത് ഏത് വാല്യൂ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ എനിക്ക് സെൽഷ്യസിലോട്ട് മാറ്റണം എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ആ C/100 എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷനോട് ജസ്റ്റ് കമ്പയർ ചെയ്യും. പോരാ, എനിക്കത് ഫാരൻഹൈറ്റിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ C/100 എന്നുള്ള ആ ഒരു ടേം എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതിന് പകരം ഇതേ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എന്തിനോട് ഇക്വേറ്റ് ചെയ്യും? നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന F-32/180 എന്ന് പറഞ്ഞ ഇക്വേഷനോട് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ഓർത്ത് വയ്ക്കാനുള്ള സൗകര്യത്തിന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഈ കാണിച്ചിരിക്കുന്നതിനകത്ത് ഡിവൈഡ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ഈ 100, 180, 180, 212 എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന UFP മൈനസ് LFP എന്നുള്ള ഡിഫറൻസ് ഒന്ന് നിങ്ങൾ ആ സ്കെയിൽ വെച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരും അബൌട്ട് ദാറ്റ് നമ്പർ. അപ്പോൾ C/100 എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറയുന്ന സെൽഷ്യസ് സ്കെയിലാണ്. ആ സെൽഷ്യസ് സ്കെയിലിലെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C-0 ഡിവൈഡഡ് ബൈ 100 മൈനസ് 0 എന്നാണ്. അതാണ് നിങ്ങൾ C/100 എന്ന് എഴുതിയിരിക്കുന്നത്. സെയിം നമുക്ക് ഇവിടെ നോക്കാം. F- ഇപ്പം നമ്മുടെ ഫാരൻഹൈറ്റ് സ്കെയിലാണെങ്കിൽ ഇതാണ് ഐസ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം F-32 ഡിവൈഡഡ് ബൈ 212 മൈനസ് 32 ഇതാണ് നിങ്ങൾ F-32/180 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. സിമിലർലി യു ക്യാൻ ഡു ദ സെയിം തിങ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദി ടെമ്പറേച്ചർ സ്കെയിൽസ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ തെർമോമീറ്ററുകൾ ഇപ്പം നമുക്കിതിൽ ഉപയോഗിക്കുന്ന ഈ സ്കെയിൽ കൺവേർഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഈ തെർമോമീറ്ററുടെ ഫങ്ഷനിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ തെർമോമെട്രിക് പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഒരു തെർമോമീറ്ററുകൾ നമ്മൾ 3 ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യാറുള്ളത്. ഒരു ലിക്വിഡ് ടൈപ്പ്, ഗ്യാസ് ടൈപ്പ്, അല്ലെങ്കിൽ നമ്മളെ റെസിസ്റ്റൻസ് ടൈപ്പ് എന്നിങ്ങനെ 3 ടൈപ്പ് തെർമോമീറ്ററുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ലിക്വിഡ് ടൈപ്പ് എന്ന് പറയുമ്പം നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന തെർമോമെട്രിക് സബ്സ്റ്റൻസ് ഐദർ മെർക്കുറി ഓർ ആൽക്കഹോൾ ആയിരിക്കും. അപ്പോൾ ഈ മെർക്കുറി ഓർ ആൽക്കഹോൾ ഞാൻ കാണിച്ചിരിക്കുന്ന നേരത്തെ കാണിച്ച ഫിഗറിനകത്ത് ഈ കാണിച്ചിരിക്കുന്ന ബൾബിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് മെർക്കുറി ആയിരിക്കാം, അല്ലെങ്കിൽ ആൽക്കഹോൾ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിനെ നമ്മളൊരു ഹോട്ട് പോയിന്റുമായിട്ട് അല്ലെങ്കിൽ കോൾഡ് പോയിന്റുമായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഹാപ്പനിങ് ദർ ലീനിയർ എക്സ്പാൻഷൻ. അതായത് ഈ സ്റ്റെമ്മിനകത്തുള്ള ഈ കാണുന്ന ലിക്വിഡിൻ്റെ ലെവല് കൂടുകയോ കുറയുകയോ ചെയ്യും. ആ കൂടുന്നതും കുറയുന്നതുമാണ് നിങ്ങൾ ഈ കാണിച്ചതുപോലെ എന്താക്കുന്നത്? ഈ ലെവൽ ടെമ്പറേച്ചർ മെഷർമെൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പം നിങ്ങളുടെ മെഷർമെൻറ്റിൻ്റെ തിയറി എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും T ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LT മൈനസ് L0 ഡിവൈഡഡ് ബൈ L100 മൈനസ് L0 ഇൻറ്റു 100 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് മെർക്കുറിക്ക് പകരം നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നതിന് പിന്നിൽ എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മെർക്കുറിക് തെർമോമീറ്റർ ആയിരിക്കും ഏകദേശം നമുക്ക് ലോവസ്റ്റ് ടെമ്പറേച്ചർ -50 ഡിഗ്രി സെൽഷ്യസ് മുതലും അതിൻ്റെ ഹയസ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 350 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. അതേസമയം ആൽക്കഹോൾ ആക്കി മാറ്റുമ്പം അതിൻ്റെ ലോവസ്റ്റ് സ്മോളസ്റ്റ് ടെമ്പറേച്ചർ ദാറ്റ് വി ക്യാൻ മെഷർ വിൽ ബി -80 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ ലിക്വിഡ് ടൈപ്പ് തെർമോമീറ്ററിന് പകരം നമ്മൾ ഗ്യാസ് ടൈപ്പ് തെർമോമീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഗ്യാസ് ടൈപ്പിനകത്തുള്ള തെർമോമെട്രിക് സബ്സ്റ്റൻസുകൾ ഹൈഡ്രജൻ, നൈട്രജൻ, ഹീലിയം ഒക്കെ ആവും. അതിൻ്റെ ക്യൂബിക്കൽ എക്സ്പാൻഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്.
അവിടെ ഈ ലെങ്ത്ത് മാറ്റുന്നതിന് പകരം ലെങ്ത്തിന് പകരം നമ്മൾ വോളിയം എടുക്കും. അവിടെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. അതുപോലെ തന്നെ വോളിയം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുമ്പോൾ നമ്മൾ പ്രഷർ ഡിഫറൻസ് ഈ തെർമോമെട്രിക് മെഷർമെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ മതി, ഈ ഹൈഡ്രജൻ ലൈക്ക് തെർമോമീറ്റേഴ്സ് ആയിരിക്കും. അതിൻ്റെ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ -200°C to 500°C ആണ്. ഈ 500°C അബവ് അത് എക്സ്പ്ലോഷൻ നേച്ചർ, എക്സ്പ്ലോസീവ് ആയിരിക്കുകയും ചെയ്യും. -200 അത് ലിക്വിഫൈ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു വെൽ ഡിഫൈൻഡ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുക. അതുപോലെ നൈട്രജൻ ആയിരിക്കുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ -200 മുതൽ 1600°C വരെ നമുക്ക് റേഞ്ച് ഓഫ് സ്കെയിൽ കിട്ടുന്നുണ്ട്. ഹീലിയം ആണെങ്കിൽ ലെറ്റസ് മാർക്ക് ദർ -268 to 500°C. ഇനി നിങ്ങൾക്ക് ഫെമിലിയർ ആയ മറ്റൊരു ടൈപ്പ് തെർമോമീറ്ററാണ് റെസിസ്റ്റൻസ് ടൈപ്പ് തെർമോമീറ്റർ. ഇവിടെ നമുക്ക് പ്ലാറ്റിനമോ ജെർമേനിയമോ ആയിരിക്കാം നമ്മുടെ സബ്സ്റ്റൻസ്. ഇവിടെ ആ മാറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മളുടെ പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് -200 to 1200°C വരെ നമുക്ക് എടുക്കാൻ പറ്റും. പ്ലാറ്റിനം ആണെങ്കിൽ, ജെർമേനിയം ആണെങ്കിൽ ഇറ്റ് ഈസ് 4 Kelvin to 77 Kelvin വരെ നമുക്ക് ജെർമേനിയം വെച്ചിട്ടും എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്ററുകളിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കാണുന്ന റേഞ്ച് മാത്രമായിരിക്കും. അതുപോലെ തന്നെ മെഷർമെൻറ്റിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, അത് നമ്മളെ സംബന്ധിച്ച് അത് ഒരു ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സർക്കംസ്റ്റാൻസ് ആണ്. കാരണം നമുക്ക് ഒരു സ്റ്റെം ടൈപ്പ് ആണെങ്കിൽ അത് ലെങ്ത് ആണ് നമ്മൾ എടുക്കുക, ക്യൂബിക്കൽ ആണെങ്കിൽ വോളിയം ആണ് എടുക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻസ് മാറ്റി മാറ്റി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ലെങ്ത് വെച്ചിട്ട് നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യണോ വോളിയം വെച്ചിട്ട് മെഷർ ചെയ്യണോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അവിടെ വോളിയത്തിൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ വോളിയം വെച്ച് മെഷർ ചെയ്യണം, പ്രഷറിൻ്റെ കാര്യമാണ് പ്രഷർ വെച്ച് മെഷർ ചെയ്യണം, അത് ലെങ്ത് ആണ് ലെങ്ത് വെച്ച് മെഷർ ചെയ്യണം. അവിടെയൊക്കെ നമുക്ക് ആ ഒരു ഇക്വേഷൻസിന് ജസ്റ്റ് ആ ഒരു ട്രാൻസ്ഫർമേഷൻ കൊടുത്താൽ മാത്രം മതി. ലെങ്ത് മാറ്റി വോളിയം ആക്കുക, വോളിയം മാറ്റി പ്രഷർ ആക്കുക, പ്രഷർ മാറ്റി റെസിസ്റ്റൻസ് ആക്കുക എന്ന് പറഞ്ഞുപോലെ വേറെ വ്യത്യാസങ്ങളൊന്നും ആ ഇക്വേഷൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അത് വളരെ ഷോർട്ടായിട്ട് അത് ഓർത്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ഈ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൺസേൺ ആണ്. കാരണം നമ്മൾ കാര്യമായിട്ട് റേഞ്ച് ആണ് ഇവിടെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത് ഈ കാണുന്ന 3 ടൈപ്പ് തെർമോമീറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ. ഒന്നത്. ഇനി നമുക്ക് കൺവേർഷൻ്റെ കേസിലുള്ള ഒരു 223 ക്വസ്റ്റ്യൻ ആണിത്. ഓൺ എ ടെമ്പറേച്ചർ സ്കെയിൽ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 65°X and the freezing point is -15°X. Assume that X scale is linear. The equivalent temperature corresponding to -95°X on the Fahrenheit scale would be. നോക്കിയേ, ഇത് 2023 JEE മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനകത്ത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതാണ് ബോയിലിംഗ് പോയിന്റ് 65 അല്ലേ, അതുപോലെ തന്നെ ഫ്രീസിംഗ് പോയിന്റ് -15. ഈ 65 എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ബോയിലിംഗ് പോയിന്റ് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് UFP അല്ലേ. അതുപോലെ തന്നെ ദിസ് വാല്യൂ ആസ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് യുവർ LFP. ഓക്കെ, ഇതാണ് നിങ്ങളുടെ 2 ലിമിറ്റുകൾ. അതുകൊണ്ട് അവർക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ -95 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂവിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം, ഫാരൻഹൈറ്റ് സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, റീഡിങ് ഓൺ എനി സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ -95 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂവിനെ മൈനസ് എഴുതേണ്ടത് LFP ആണ്. LFP എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം -15 നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ അതിൻ്റെ UFP 65 ആണ്. 65 മൈനസ് നമുക്ക് LFP ഈസ് -15 എന്ന് കൊടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു കൺവേർട്ട് ചെയ്യേണ്ടത് ഫാരൻഹൈറ്റ് സ്കെയിലോട്ടായതുകൊണ്ട് അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, F-32 ഡിവൈഡഡ് ബൈ 180 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോപ്പ് ദിസ് പെൻ കളർ ഈസ് ഓക്കെ ഫോർ യു. മറന്നുപോയി, നമുക്ക് ആ റെഡ് മാറ്റാം നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് -95 + 15 ഡിവൈഡഡ് ബൈ 65 + 15 which is equal to F-32 divided by 180 എന്ന് നമുക്ക് കൊടുക്കാം. ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഇക്വൽ ടു -80 ഡിവൈഡഡ് ബൈ 80 is equal to F-32 divided by 180. നമ്മളത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കിട്ടും, F-32 is equal to ഇവിടെ 80 by 80 -1 ആണ്, -1 into 180. Then F is equal to -180 plus 32
So it will come approximately minus 148 degree Fahrenheit എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഒരു 223 JEE മെയിൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ നമ്മൾ പറഞ്ഞ കൺവേർഷൻസിൻ്റെ ആ ഒരു റിലേഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. റീഡിങ് ഓൺ എനി സ്കെയിൽ മൈനസ് LFP മൈനസ് U ഡിവൈഡഡ് ബൈ UFP മൈനസ് LFP എന്ന് നിങ്ങൾ എന്തോട് കൺവേർട്ട് ചെയ്തു? ഈ കാണിച്ചിരിക്കുന്ന F-32/180 നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പം ഈ ഒരു കൺവേർഷൻ, ഇതാണ് നമ്മുടെ അപ്രോച്ച് വേണ്ടത്. ഇനി അങ്ങോട്ടുള്ള ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഈ ഒരു അപ്രോച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി നമുക്ക് ഇതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ സ്റ്റീൽ റോഡ് ഓഫ് ലെങ്ത് 1 meter ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ 10⁻⁻⁴ meter square is heated from 0 degree to 200 degrees Celsius without being allowed to extend or bend. The compressive tension produced in the rod. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇപ്പം നമുക്കൊരു ബോഡിയിൽ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡി എന്ത് ചെയ്യും? ആ ഹീറ്റ് അബ്സോർബ് ചെയ്ത് എന്ത് ചെയ്യും? ആ കാണിച്ചിരിക്കുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തും. എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി എക്സ്പാൻഡ് ചെയ്യും. ആ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 3 രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന ഒബ്ജക്റ്റ് ഒരു റോഡാണെങ്കിൽ ഇതേപോലത്തെ ഒരു റോഡാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് ആ റോഡിൻ്റെ ലെങ്ത്തിലാണ് ചേഞ്ച് വരുത്തുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ, ലെങ്ത്തിലാണ് മാറ്റം വരുത്തുന്നതെങ്കിൽ ലീനിയർ എക്സ്പാൻഷൻ എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾ കാണുന്നത് ഇനീഷ്യൽ ലെങ്ത് L ആണെങ്കിൽ ഫൈനൽ ലെങ്ത് നിങ്ങൾ ഇങ്ങനെ എഴുതും, L+Δl എന്ന് എഴുതി വയ്ക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച് ഓഫ് ലെങ്ത് ആണ് ഈ Δl എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരിക്കും. എങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാം, Δl/L ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ΔT എന്ന് കൊടുക്കാം. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് ദി മെറ്റീരിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ചോദ്യമെങ്കിൽ നിങ്ങൾക്കിതിനെ L ഇൻറ്റു ആൽഫ ഇൻറ്റു ΔT എന്ന് കൊടുത്തേക്കാം. അപ്പം ഈ കാണുന്ന ലീനിയർ എക്സ്പാൻഷനെ നമുക്ക് ഇനി മറ്റൊരു പേരിലും കൂടെ വിളിക്കാം, 1 dimensional എക്സ്പാൻഷൻ എന്നും കൂടെ നമുക്ക് വിളിക്കാം. ഓക്കെ, 1 dimensional എക്സ്പാൻഷൻ എന്നും കൂടെ നമുക്കതിനെ വിളിക്കാൻ പറ്റും. 1 dimensional എക്സ്പാൻഷൻ ഓക്കെ എന്നും കൂടെ നമുക്ക് വിളിക്കാൻ പറ്റും. ഇതാണ് ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതാം, L is equal to L0 plus L0 into alpha delta T, then which is equal to L0 into 1 plus alpha into delta T എന്ന് പറഞ്ഞ് നമുക്കിതിൻ്റെ ഫൈനൽ ലെങ്ത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു എക്സ്പാൻഷനാണ്, ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ സം ടൈംസ് വാട്ട് യു ആർ ഒബ്സർവിങ് മീൻസ് ഇതിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾ ഈ രീതിയിൽ ഒബ്സർവ് ചെയ്യുകയാണ്. അതിൻ്റെ ലെങ്ത്തിലും ബ്രെഡ്ത്തിലും നിങ്ങളൊരു ചേഞ്ച് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പം ഇത്തരത്തിലുണ്ടാവുന്ന എക്സ്പാൻഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കും നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഈ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷനിൽ നമുക്ക് മറ്റൊരു പേരും കൂടെ വിളിക്കാം, 2 dimensional എക്സ്പാൻഷൻ എന്ന് വിളിക്കാം. 2 dimensional എക്സ്പാൻഷൻ. ഇവിടെ നിങ്ങൾക്ക് ഈ എക്സ്പാൻഷൻ കോൺസെപ്റ്റുകൾ പല രീതിയിൽ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് 2D എക്സ്പാൻഷൻ എന്ന് നമ്മൾ വിളിക്കാം. അഥവാ അതിൽ നമുക്ക് ഏരിയൽ എക്സ്പാൻഷൻ എന്നും വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇവിടെയും നമ്മൾ ഇങ്ങനെ തന്നെ റിലേറ്റ് ചെയ്യും. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഏരിയ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ delta A is equal to A into beta into delta T എന്നാക്കി മാറ്റും. അതായത് ഇവിടുത്തെ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് എന്താണ് എക്സ്പാൻഷൻ നമ്മൾ ബീറ്റ എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ ചേഞ്ച് ഇൻ ഏരിയ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഫൈനൽ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ആസ് യൂഷ്വൽ നിങ്ങൾ ലെങ്ത് എഴുതിയതുപോലെ തന്നെ എഴുതുക. ഫൈനൽ ഏരിയ A is equal to A0, this is the initial area,
ഇൻറ്റു A0 ബീറ്റ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം, വിച്ച് ഇസ് ഈക്വൽ ടു A0 ഇൻറ്റു 1 പ്ലസ് ബീറ്റ ഇൻറ്റു ഡെൽറ്റ ടി വിൽ ബി ദ ഫൈനൽ ഏരിയ എന്ന് വിളിക്കാം. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന മൂന്നാമത്തെ ഒരു എക്സ്പാൻഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് വിളിക്കും. അതുപോലെ അതായത് നമുക്കൊരു ബോഡിയുടെ 3 കോൺഫിഗറേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള 3 കോൺഫിഗറേഷൻസും നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ലെങ്ത്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ബോഡിയുടെ ഈ 3 സൈഡിലും നിങ്ങൾ ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണ്. ദിസ് ഈസ് കോൾഡ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഓർ 3 ഡയമെൻഷണൽ എക്സ്പാൻഷൻ ഓർ വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ ദിസ് ഈസ് കോൾഡ് വോളിയം എക്സ്പാൻഷൻ. വോളിയം എക്സ്പാൻഷൻ എന്ന് പറയാം നമുക്ക്. അതിന് നമ്മൾ ക്യൂബിക്കൽ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് 3 ഡയമെൻഷണൽ എക്സ്പാൻഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, 3 ഡയമെൻഷൻ എക്സ്പാൻഷൻ എന്നും ഇതിന് പറയാറുണ്ട്. അപ്പോൾ ക്യൂബിക്കലാണ്, വോളിയം എക്സ്പാൻഷനാണ്, 3 ഡയമെൻഷണൽ എക്സ്പാൻഷനാണ്. ഇവിടെയും നമ്മൾ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ എന്ന് തന്നെ എഴുതും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഗാമ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ ഗാമ എന്ന് പറഞ്ഞിരിക്കുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ആണ്. ദെൻ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് ഫൈനൽ വോളിയം ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കൊടുക്കാം, വി ഇസ് ഈക്വൽ ടു V0 plus V0 into gamma delta T. So on taking V0 out, your answer is gamma into delta T എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ 3 കോഎഫിഷ്യൻസ് ആണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ കേട്ടത്, ആൽഫ, ബീറ്റ, ഗാമ. ഇവർ തമ്മിൽ എന്താണ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഞാൻ പറഞ്ഞു 1 ഡയമെൻഷൻ ആണ്, 2 ഡയമെൻഷൻ ആണ്, 3 ഡയമെൻഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 കൺസെപ്റ്റ് പറയും. അങ്ങനെയാണെങ്കിൽ ആ ഓർഡറിൽ തന്നെ നമുക്ക് ഇവർ തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ എഴുതാം, 1 ആൽഫ, 2 ആൽഫ, 3 ആൽഫ എന്നൊരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം നമുക്ക്. അതായത് നാളെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ബീറ്റയെ നിങ്ങൾക്ക് ആൽഫ ടേമിലേക്ക് മാറ്റി പറയണമെങ്കിൽ ഈ റിലേഷൻ ഓർത്ത് വെച്ചാൽ മതി. ബീറ്റ എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ആൽഫയാണ്, ഗാമ എന്ന് പറഞ്ഞാൽ 3 ടൈംസ് ഓഫ് ആൽഫയാണ്. അതുകൊണ്ട് ആ റേഷ്യോ 1:2:3 എന്ന് പറഞ്ഞ് ഓർത്ത് വയ്ക്കാം. അതിന് നിങ്ങൾ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ എന്ന ഒരു സെൻറ്റൻസ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമുക്കിത് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് നെസസറി, ബിക്കോസ് നമ്മുടെ ഏരിയയുടെ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എൽ സ്ക്വയർ എന്ന് എഴുതി ഫ്രാക്ഷണൽ ചേഞ്ച് എഴുതി നോക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ റിലേഷൻ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആൽഫ, ബീറ്റ, ഗാമ റേഷ്യോ 1:2:3 ആയിരിക്കും. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ഒരു സ്റ്റീൽ റോഡാണ്, ലെങ്ത് 1 മീറ്റർ ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ 10⁻⁴ മീറ്റർ സ്ക്വയർ ആണ്. ഹീറ്റഡ് ടു ഫ്രം 0 to 200 വിത്തൗട്ട് ബീങ് അലൗഡ് ടു എക്സ്റ്റെൻഡ് ഓർ ബെൻഡ്. ദ കംപ്രസീവ് ടെൻഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി റോഡ്. ഇവിടെ തന്നിരിക്കുന്നത് വൈ വാല്യൂ, യങ്സ് മോഡുലസ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 1. രണ്ടാമത്തത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, കംപ്രസീവ് ടെൻഷനാണ്. കംപ്രസീവ് ടെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, യൂഷ്വലി നിങ്ങൾ സോളിഡ്സിൽ പഠിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, യങ്സ് മോഡുലസ് വൈ ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു മാറ്ററിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ മാറ്റർ ഇതേപോലെ ഒരു റിജിഡ് എൻഡിൽ ഫിക്സ് ചെയ്താന്ന് കരുതുക. ഇങ്ങനെ റിജിഡ് എൻഡിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു മാറ്ററിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഹീറ്റ് അബ്സോർബ് ചെയ്തിരിക്കുന്ന മാറ്റർ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കും. ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടെൻഷണൽ ഫാക്ട് പറയേണ്ട കാര്യമില്ല, തെർമൽ സ്ട്രെസ് പറയേണ്ട കാര്യമില്ല. എന്നാൽ ബെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അത് ഈ റിജിഡ് എൻഡിലോട്ടൊരു പ്രഷർ കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തെർമൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂഷ്വൽ കൺസെപ്റ്റിൽ നമുക്ക് y ഇസ് ഈക്വൽ ടു സ്ട്രെസ്സിനെ നമുക്ക് ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെയിനിനെ നമുക്ക് ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം, y ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെയെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു y ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ വിൽ ബി ദ കൺസെപ്റ്റ്. ഇതാണ് നിങ്ങളുടെ ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് ടെൻഷൻ, കംപ്രസീവ് ടെൻഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റോഡ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഡെൽറ്റ എല്ലിനെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എ വൈ ഇൻറ്റു ഡെൽറ്റ എല്ലിനെ ഞാൻ എൽ ഇൻറ്റു
ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതി ഇവിടെ എൽ എന്നിട്ട് കൊടുത്തു. നൗ യു ക്യാൻ ക്യാൻസൽ ദീസ് ടു എൽസ് ആൻഡ് ഫൈനലി യുവർ ആൻസർ ഈസ് എഫ് ഇസ് ഈക്വൽ ടു എ വൈ ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന എ എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇറ്റ് ഈസ് ഗിവൺ ഹിയർ 10⁻⁴ മീറ്റർ സ്ക്വയർ കൊണ്ട് തന്നിട്ടുണ്ട്. വൈ എന്ന് പറഞ്ഞ യങ്സ് മോഡുലസ്, ആൽഫ ഈസ് ദ ടെമ്പറേച്ചർ കർവ്, ഡെൽറ്റ ടി ഈസ് ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിക്കോസ് ഇറ്റ് ഈസ് മെൻഷൻ ദെയർ. 0-ൽ നിന്ന് 200 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് ഇതിൻ്റെ ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാം. എഫ് ഇസ് ഈക്വൽ ടു tension is equal to ay into alpha into delta t. So when we substitute area 10⁻⁴ meter square എന്ന് നമുക്ക് substitute ചെയ്യാം. 10⁻⁴ into and the y value is 2 into 10⁻11 for steel. It's given there 2 into 10⁻11 into alpha value is mentioned there 10⁻⁵. എന്നിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻറ്റു ആൻഡ് ദ ഡെൽറ്റ ടി ഇസ് കമ്മിങ് 200. 0 ഡിഗ്രി ടു 200 ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് കമ്മിങ് 200 എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. 200 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിരിക്കുന്നത്. ഓൺ സോൾവിങ് ദിസ് വിൽ ഗെറ്റ് 400 ഇൻറ്റു ആൻഡ് ഹിയർ 10⁻⁵ 10⁻⁴ is equal 10⁻⁹ and here there is 10⁻11. അപ്പോൾ നമുക്കിതിന് 10⁻⁻9 വന്നു കഴിഞ്ഞാൽ നമുക്ക് 10⁻2 എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ 10⁻2 this is equal to 4 into 10⁻4 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഇസ് ദ കംപ്രസീവ് സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് ഹിയർ. അപ്പോൾ നിങ്ങളുടെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ടെൻഷൻ പ്രൊഡ്യൂസ്ഡ് ഓൺ ദ റോഡ് ഈസ് ഡാഷ് ഇൻറ്റു 10⁻4. സോ ദ ആൻസർ ഈസ് that value is 4 എന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ഫൈനൽ ആൻസർ ഈസ് 4 into 10⁻4. ദിസ് ഈസ് ദ ആൻസർ ടു ദി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് നമുക്ക് എക്സ്പാൻഷൻ കൺസെപ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ലീനിയർ ആവാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് സൂപ്പർഫിഷ്യൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് ക്യൂബിക്കൽ ആവാം. ഇപ്പം നമുക്ക് ഇവിടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ നിന്ന് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഇവിടെയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ എടുക്കാം. എ ഫോൾട്ടി തെർമോമീറ്റർ ഇറ്റ്സ് ഓൾസോ 2023 JEE മെയിൻസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. എ ഫോൾട്ടി തെർമോമീറ്റർ റീഡ്സ് 5 ഡിഗ്രി സെൽഷ്യസ് ഇൻ മെൽറ്റിംഗ് ഐസ് ആൻഡ് 95 ഡിഗ്രി ഇൻ സ്റ്റീം. The correct temperature on absolute scale will be dash Kelvin when the faulty thermometer reads 41 degrees Celsius. അപ്പം നിങ്ങൾക്ക് ഫോൾട്ടി തെർമോമീറ്റർ എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും എന്തെങ്കിലും എററുള്ള ഒരു തെർമോമീറ്റർ ആയിരിക്കും. അപ്പോൾ ആ എററാണ് ഇവിടെ കാണിക്കുന്നത്. 0 ഡിഗ്രി എന്ന് റീഡ് ചെയ്യേണ്ടടുത്ത് 5 ഡിഗ്രി എന്ന് റീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ 100 ഡിഗ്രി എന്ന് റീഡ് ചെയ്യേണ്ടടുത്ത് നമുക്ക് 95 ഡിഗ്രി എന്ന് റീഡ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പം അങ്ങനെ ഒരു സ്കെയിൽ നമുക്ക് 41 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് തന്നെ റീഡിങ് എന്തായിരിക്കത്തില്ല, ശരിയായിരിക്കത്തില്ല, തെറ്റായിരിക്കും. ഒന്നുകൂടെ എന്താണ് ഈ കാണിച്ചിരിക്കുന്ന 5 ഡിഗ്രി ഐസ് പോയിന്റ് ആയിട്ടും 95 ഡിഗ്രി സ്റ്റീം പോയിന്റ് ആയിട്ട് എടുക്കണമെന്നാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ നമുക്ക് ഈ ആൻസർ പറയേണ്ടത് കെൽവിനിലോട്ട് മാറ്റി പറയാൻ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റീഡിങ് ഓൺ എനി സ്കെയിൽ അത് നമുക്കിവിടെ 41 മൈനസ് LFP എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. LFP എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് 5 ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണിച്ചിരിക്കുന്ന 95 UFP എത്രയാണ്, 95 ആണ്. മൈനസ് നമുക്ക് എന്ത് കൊടുക്കാം, 5 എന്ന് കൊടുക്കാം. ഇതാണ് നമ്മുടെ റീഡിംഗ് കൺസെപ്റ്റ്. ഇതിനെ നമ്മൾ K-273 ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുത്തേക്കാം, 100 എന്ന് എഴുതിയേക്കാം. ഓക്കെ, കാരണം എന്താ, ഇവിടെ റീഡിംഗ് ഓൺ എനി സ്കെയിൽ ദാറ്റ് ഈസ് 41 ഡിഗ്രി സെൽഷ്യസ് മൈനസ്. അപ്പോൾ നമുക്കതിനെ ആ റീഡിംഗ് ആക്കി കൺസിഡർ ചെയ്യാം. ആ സ്കെയിൽ പ്രകാരം അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് 5 ആണ്, അപ്പർ ഫിക്സ്ഡ് പോയിന്റ് 95 ആണ്. അപ്പോൾ അതാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 41 മൈനസ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 36 എന്ന് കിട്ടും. ആൻഡ് ഹിയർ ഇറ്റ് വിൽ ബി 90 എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ആൻഡ് ദിസ് വിൽ ബി K-273 ബൈ 100 എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു 360 ബൈ 9. കാരണം ഇവിടെ നമുക്ക് 90 ഉണ്ട്. 360 ബൈ 9 ഇസ് ഈക്വൽ ടു K-273. ഇവിടെ നമുക്ക് 40 എന്ന് എഴുതാം. സോ 40 ഇസ് ഈക്വൽ ടു
K minus 273. Then in Kelvin it is 40 plus 273. It is coming 313. അപ്പം നമ്മളുടെ കെൽവിൻ സ്കെയിലിൽ ആ ടെമ്പറേച്ചർ ഏകദേശം 313 ഡിഗ്രി കെൽവിൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫോൾട്ടി തെർമോമീറ്റർ ആണ് എന്നുള്ളതാണ്. ഒരു എറർ ഉള്ളൊരു തെർമോമീറ്ററാണ്. അപ്പോൾ അതിൽ 41 ഡിഗ്രി സെൽഷ്യസ് എന്ന് കാണിച്ചാൽ അത് കെൽവിൻ സ്കെയിൽ 313 കെൽവിനായിട്ട് കാണുകയും ചെയ്യും. ഓക്കെ, നൗ this is the third question. The graph between two temperature scales P and Q is shown in the figure. Between upper fixed point and lower fixed point, there are 150 equal divisions on scale P and 100 divisions on scale Q. So, the relationship for the conversion between the scales is given by. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗ്രാഫിനകത്ത് ചെറിയൊരു കറക്ഷനാണ്. ഒന്ന് ശരിയാക്കി എടുക്കണം. ഈ പോയിൻ്റാണ് നമ്മൾ പി ആക്കി എടുക്കുന്നത്, ഈ പോയിൻ്റാണ് നമ്മൾ ക്യൂ ആക്കി എടുത്തിരിക്കുന്നത്. ഈ രണ്ട് സ്കെയിലാണ് ആക്സസുകളും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചർ തന്നെയാണ് എന്നുള്ളതോട് ഓർത്ത് വയ്ക്കണം. അങ്ങനെ വരുമ്പം ഈ കാണുന്ന സ്കെയിലിൻ്റെ അപ്പർ ഫിക്സ്ഡ് പോയിൻ്റ് ആണ് 180. അതേ സ്കെയിലിൽ ലോവർ ഫിക്സ്ഡ് പോയിൻ്റ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത് അപ്രോക്സിമേറ്റ്ലി 30 എന്ന് നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്യുക. 30 ആണ് അവിടെ വരേണ്ടത്, 30. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ച തിയറി പ്രകാരം ടെമ്പറേച്ചർ ഓൺ എനി സ്കെയിൽ ദാറ്റ് ഇസ് ടി പി എന്ന് പറഞ്ഞിരിക്കുന്നത് ടി പി മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് 30 ആണ് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, 150 എന്ന് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടി പി മൈനസ് 130 ഡിവൈഡ് ബൈ 150 ഈസ് ഈക്വൽ ടു ഈ സ്കെയിലിനകത്തുള്ള ടെമ്പറേച്ചർ ടി ക്യൂ മൈനസ് ലോവർ ഫിക്സ്ഡ് പോയിന്റ് 0 ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് അവിടെയും കാണിച്ചിട്ടുണ്ട്, 100 എന്ന് കാണിച്ചിട്ടുണ്ട്. സോ ലെറ്റ് us mark it as 100. സോ ദിസ് ഈസ് ദ സ്റ്റേറ്റസ്, ഇറ്റ് ഈസ് 100 എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. സോ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന റിലേഷൻ ആസ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ടി പി മൈനസ് 30 ഡിവൈഡഡ് ബൈ 150 ഇസ് ഈക്വൽ ടു ടി ക്യൂ മൈനസ് 0 ബൈ 100 എന്നുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ടി പി ഇവിടുത്തെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് 30 ആണ്, അപ്പർ ഫിക്സ്ഡ് പോയിന്റ് നമുക്ക് 150 ആണ്. സോ ദിസ് വിൽ ബി ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ സ്കെയിൽ കൺവേർഷൻ ആണ്. ആൻഡ് ജസ്റ്റ് ഹാവ് എ ലുക്ക്, ദിസ് ഈസ് ദ വൺ ഓഫ് ദ JEE മെയിൻസ് ഇൻ 223 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ സ്കെയിൽ കൺവേർഷൻ നമ്മൾ ഉൾക്കൊള്ളുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ഹോൾ ഈസ് ഡ്രിൽഡ് ഇൻ എ മെറ്റൽ ഷീറ്റ് അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. ദ ഡയമീറ്റർ ഓഫ് ദ ഹോൾ ഈസ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ എന്താണ് കൺസെപ്റ്റ്. ഈ കാണിച്ചിരിക്കുന്ന ഡയമീറ്റർ ഓഫ് ദ ഹോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 5 സെൻറ്റിമീറ്റർ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വരച്ച് എന്താണ് ഒരു ഡ്രിൽ ചെയ്തിരിക്കുന്നത്, ഒരു എന്താണ് ഷീറ്റിൻ്റെ മേലെ നമ്മൾ ഡ്രിൽ ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ when the sheet is heated to 177 degrees Celsius, the change in the diameter of hole is d into 10 raised to minus 3 centimeter. The value of d will be if the coefficient of linear expansion of metal is given there. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇവിടെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയമീറ്റർ ആണ് ചേഞ്ച് ചെയ്യുക. അതായത് ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാകും. അതൊരു ലീനിയർ എക്സ്പാൻഷൻ ആയിട്ട് കണക്കാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഡെൽറ്റ ചേഞ്ച് ഇൻ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുത്തേക്കാം നമുക്ക്. അവിടെ ഡി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഡയമീറ്റർ ആണ്, 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 5 ഇൻറ്റു 10 raised to minus 2 meter എന്ന് എഴുതാം. അതുപോലെ തന്നെ ആൽഫ വാല്യൂ ഈസ് ഗിവൺ ദെയർ 1.6 ഇൻറ്റു 10 raised to minus 5 എന്ന് എഴുതാം. ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 27ൽ നിന്നും നമ്മൾ എങ്ങോട്ടാണ് 177ലേക്കാണ് നമ്മൾ അതിനെ റേസ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 150 എന്ന് നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. സോ this answer will be 5 into 750. 5 into 15 is equal to it is 5 into 150 is equal to 750 into 1.6 into 10 raised to minus 7 എന്ന് നമുക്ക് ഇതിനെ റൈറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ദ വാല്യൂ. ആൻഡ് നൗ ഓൺ മൾട്ടിപ്ലൈയിങ് ദിസ് വൺ 750 into that is 75 into 16 into 10 raised to minus 7.
Okay, will be the change in length. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വാല്യൂ ഓഫ് ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഈ കാണിച്ചിരിക്കുന്ന ഓർഡറിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ അതിൻ്റെ ലോവർ ഫിക്സ്ഡ് പോയിന്റ് 27 ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 27 നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് അത് 177ലേക്ക് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 150 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ചേഞ്ച് വരുന്നത്. അപ്പോൾ ആ ചേഞ്ച് നമ്മൾ ഇവിടെ ഫൈനലായിട്ട് നമ്മൾ കൊടുത്തിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ സെൻറ്റിമീറ്ററിൽ തന്നെയാണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം നമ്മളിവിടെ ഈ കാണിച്ചിരിക്കുന്ന ഡയമീറ്റർ, ഇനീഷ്യൽ ഡയമീറ്ററുള്ള 5 സെൻറ്റിമീറ്ററിനെ നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 75 × 16 ഓക്കെ മീറ്റർ എന്ന ഒരു ക്രമത്തിലാണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് വന്നിട്ടുണ്ടാവുക, ആൻസർ വന്നിട്ടുണ്ടാവുക. അപ്പോൾ 75 × 16 എന്ന് പറയുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് അതിനെ 75 × 16 × 10⁻⁻7 is equal to എന്ന് പറഞ്ഞ് നമുക്ക് 750യും അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, 750 പ്ലസ് നമുക്ക് ഏകദേശം 75 × 16 നമുക്കൊന്ന് കമ്പയർ ചെയ്തേക്കാം. അപ്പം 450യും 75ഉം ആണ് നമുക്കുള്ളത്. സോ അപ്രോക്സിമേറ്റ്ലി 0012 അല്ലേ, 1200 തന്നെ കിട്ടും. സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 75 × 60 is equal to 120. 75 × 16 is equal to 1200 എന്ന് നമുക്ക് കിട്ടും. 1200 × 10⁻⁻7 മീറ്റർ ആണ് നമുക്കുള്ളത്. നമുക്ക് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സെൻറ്റിമീറ്ററോട്ട് മാറ്റണം. അപ്പോൾ 1 മീറ്റർ ഇസ് ഈക്വൽ ടു നമുക്കറിയാം 100 സെൻറ്റിമീറ്റർ ആണ്. സോ അപ്രോക്സിമേറ്റ്ലി ഈ കാണുന്ന ആൻസറിനെ ഞാൻ 1.2 × 10⁻⁻4 നമുക്ക് -4 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, 1.2 × 10⁻⁻4 മീറ്റർ എന്ന് എഴുതി. സെൻറ്റിമീറ്ററോട്ട് കൺവേർട്ട് ചെയ്യുമ്പം 1.2 × 10⁻⁻4 × 10⁻2 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. സോ ഇറ്റ് ഈസ് കമ്മിങ് 1.2 × 10⁻2 സെൻറ്റിമീറ്റർ ആണ്. ഇനി നിങ്ങൾ നോക്കിയാൽ മതി, ഇതിനകത്തുള്ള ഓർഡറിൽ 10⁻3ലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യണം. സോ അപ്രോക്സിമേറ്റ്ലി ആ ഡി വാല്യൂ ഇപ്പോൾ 10⁻3 നാക്കുമ്പോൾ നമുക്കറിയാം ഇതിനെ 12/10 നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം 12/10 എന്ന് പറയുന്ന സമയത്ത് ദാറ്റ് ഈസ് വിൽക്കം എന്താണ് 10⁻3. സോ വി ക്യാൻ റീറൈറ്റ് ഇറ്റ്സ് 12 ഇറ്റ് വിൽ ബി 12 × 10⁻3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഡി വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും, 12 ആയിരിക്കും ഈ കാണുന്ന കോൺസെപ്റ്റിനകത്ത്. സി ദിസ് ഈസ് ദ കൺസെപ്റ്റ് അബൌട്ട് ദ സെയിം എക്സ്പാൻഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ആൻഡ് നൗ this is another question that is from JEE Main 2022. ഇവിടെ നമ്മൾ ഒരു യൂണിറ്റ് സ്കെയിൽ ഈസ് ടു ബി പ്രിപ്പയർഡ് ഹൂസ് ലെങ്ത് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് റിമെയിൻസ് 20 cm. Using a bimetallic strip made of brass and iron, each of different length, the length of both the components would change in such a way that difference between their length remains constant. The length of brass is 40 cm and the length of iron is will be dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ കാണിച്ചിരിക്കുന്നതിനകത്ത് ലെങ്ത്ത് എന്താവുന്നുണ്ട്, ഈ സെയിം ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ ലെങ്ത് ഓഫ് ദി both the components would change in such a way that difference between their length remains constant. അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബ്രാസ് മെറ്റീരിയലും അതേപോലെ തന്നെ അയൺ മെറ്റീരിയലുമാണ്. നമ്മളിങ്ങനെ എഴുതാം, ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് രണ്ട് പേരുടെയും എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഡെൽറ്റ എൽ ഓഫ് അയൺ ഫെറം ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഓഫ് ബ്രാസ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഡെൽറ്റ എൽ ഓഫ് ബ്രാസിനെ ഞാനിങ്ങനെ എഴുതും, എൽ ഇൻറ്റു
alpha of brass into delta t, length of brass into alpha of brass into delta t, which is equal to length of ferrum into alpha of ferrum into delta t. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്താണ്? ഈ കാണിച്ച അയണിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന കോൺസെപ്റ്റിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാണിച്ചിരിക്കുന്ന ഡെൽറ്റ ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ഫെറം എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ബ്രാസ് ആൽഫ ഓഫ് ബ്രാസ് ഡിവൈഡഡ് ബൈ ആൽഫ ഓഫ് എന്താണ് ഫെറം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇവിടെ length of the brass initial case unit scale prepared to whose length does not change temperature remains 20 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈമെറ്റാലിക് സ്ട്രിപ്പാണ്. നമുക്ക് അതിനെപ്പറ്റി അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അപ്പം ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളിലും നമുക്ക് തന്നിരിക്കുന്ന ലെങ്ത് വെച്ച് നമ്മൾ സോൾവ് ചെയ്ത് കഴിക്കും. നമുക്കറിയാം 20 സെൻറ്റിമീറ്റർ. ഓക്കെ, 20 സെൻറ്റിമീറ്റർ 20 into 10 raised to minus 2 meter into ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ബ്രാസിൻ്റെ ലെങ്ത് എങ്കിൽ ബ്രാസിൻ്റെ ലെങ്ത് 20 അല്ല, ഇറ്റ്സ് ഗിവൺ ഹിയർ നോട്ട് 20, ഇറ്റ് ഈസ് 40, ഇറ്റ്സ് ഗിവൺ ഹിയർ. Okay, 40 centimeters the length of the brass is given here. So let us write here 40 into 10 raised to minus 2 into alpha of the brass value is given here 1.8 into 10 raised to minus 5 whole divided by 1.2 into 10 raised to minus 5. Okay, this will be the answer. Now on, okay, it's both are 10 raised to minus 5. Okay, fine. So here you can cancel these two terms and now it is coming here 40 into 10 raised to minus 2 into 1.8 divided by 1.2. Okay, this is the result, and here 1.8 by 1.2 it's coming as 3. Okay, so it's coming as it is 1.2, 1.8 by 1.2 is there. So let us mark here this as 40 into 10 raised to minus 2 into 1.8 divided by 1.2. So this will be 3 by 4. So let us mark here 40 into 10 raised to minus 2 into 3 by 4. So it's coming 3 by 2 is 3 by 2. Now it is coming 120 into 10 raised to minus 2 divided by 2. So it is 60 into 10 raised to minus 2 meter. Okay, it's coming. Okay, this is equal to 60 centimeter is the answer. Okay, so it's a simple conversion, but okay, just have a look because of conversion. Here it is given in centimeters. Final answer also you want to express centimeters, no need to convert actually. Okay, so this is the answer to the question. 60 centimeter will be the answer. Now there is one more question. Okay, that's from JEE Mains 2022. At what temperature a gold ring of diameter 6.230 cm be heated so that it can be fitted on a wooden bangle of diameter 6.241 cm. Both the diameters have been measured at room temperature 27 degrees Celsius. Given coefficient of linear expansion of gold as 1.4 10 raised to minus 5 Kelvin inverse നോട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം 6.230 ഡയമീറ്റർ ഉള്ള ഒരു ഗോൾഡ് റിംഗ് ആണുള്ളത്. ആ ഡയമീറ്ററുള്ള ഗോൾഡ് റിങ്ങിന് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഒരു വുഡൻ ബാങ്കിൾ ഓഫ് ഡയമീറ്റർ 6.241. അതായത് 6.241 എന്ന് പറയുന്നതും 6.230 എന്ന് പറഞ്ഞതും തമ്മിൽ നമ്മൾ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിഫറൻസ് ഇൻ ലെങ്ത് നമ്മൾ കാണുന്നുണ്ട്. ആ ഡിഫറൻസ് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കറിയാം ഫൈനൽ എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് L0 into 1 plus
ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ ഇതിൽ എൽ മൈനസ് എൽ സീറോ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എൽ മൈനസ് എൽ സീറോ ഇസ് ഈക്വൽ ടു എൽ സീറോ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് എഴുതാം നമുക്ക്. ഓക്കെ, സോ ട്രാൻസ്പോസ് ചെയ്തപ്പോൾ ഒന്ന് മാറിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എൽ മൈനസ് എൽ സീറോ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് 6.241 ആണ് നമുക്ക് ആവേണ്ട ഡയമീറ്റർ. നേരത്തെ ഉണ്ടായിരുന്നത് എത്രയാണ്? 6.230 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 6.230 ഇൻറ്റു ആൽഫയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 1.4 ഇൻറ്റു 10⁻⁻⁵. Okay, I'll rub this and I'll write here. L is 6.241. 6.241 minus 6.230 is equal to 6.230 into, okay, alpha value is 1.4 into 10⁻⁻⁵ into, okay, and now the temperature status is mentioned there. It is from 27. Okay, basically temperature have been measured at room temperature. That value you are supposed to measure it. ഓർക്കേണ്ട കാര്യം 27 degrees Celsius എന്നാണ് നമ്മൾ have been measured at room temperature 27 degrees Celsius ആണ് പറയുന്നത് നമ്മൾ. അപ്പോൾ ഈ കാണുന്ന ഡിഫറൻസ് 6.241 മൈനസ് 6.230 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ദിസ് വിൽ ബി നമുക്ക് എന്ത് ചെയ്യാം 0.011 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് 6.241 minus 230. Okay, when we add this 4, okay, correct. So it is coming 0.001, which is equal to 6.230 into 1.4 into 10⁻⁻⁵. Okay, so here delta t will be, delta t is equal to, let us rewrite this, 0.11 divided by 6.230 into 1.4 into 10⁻⁻3. Okay, this -3 went to numerator, so 0.011 into 10⁻³ divided by 6.230 into 1.4. Okay, this will be the approximate answer. So this one can be rounded as delta t. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് 126 എന്ന് പറഞ്ഞിരിക്കുന്നൊരു വാല്യൂ ആണ് നമുക്ക് ഇവിടുന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ സാധിക്കുക. അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത് 27 ഡിഗ്രീസ് സെൽഷ്യസിൽ നിന്നുമാണ് നമ്മൾ ഇത് റൂം ടെമ്പറേച്ചറിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ലോവർ ഫിക്സ്ഡ് പോയിന്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 126 പ്ലസ് നമുക്ക് ആ ലോവർ ഫിക്സ്ഡ് പോയിന്റിലേക്കുള്ള ചേഞ്ചും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി നമുക്കിവിടെ 151 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു റേഞ്ചിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് അതിനോട് അപ്രോക്സിമേറ്റ് ചെയ്തുകൊണ്ട്, കാരണം നമുക്ക് ഇവിടെ ഈ കാണുന്ന കോഎഫിഷ്യന്റ് പറഞ്ഞിരിക്കുന്നത് കെൽവിനിലായതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ കാണിച്ചിരിക്കുന്നതിൽ അതിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് 152.7 ആയിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. വിച്ച് ഇസ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ആൻഡ് നൗ ദർ ഇസ് വൺ മോർ JEE Main 2022 question. A solid metallic cube having total surface area 24 meter square is uniformly heated. If its temperature is increased by 10 degrees Celsius, calculate the increase in volume of the cube ആണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇൻക്രീസ് ഇൻ വോളിയം മാത്രം കണ്ടാൽ മതിയെങ്കിൽ നമുക്കറിയാം ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു V0 ഇൻറ്റു ഗാമ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് അവർ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ദ ചേഞ്ച് ഇൻ വോളിയം. അപ്പോൾ ഇവിടെ V0 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനീഷ്യൽ വോളിയം ആണ് അല്ലേ. അപ്പോൾ സർഫസ് ഏരിയ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ വോളിയം ആക്കി നമ്മൾ അതിനെ മാറ്റേണ്ടി വരും. ലെറ്റ് സി, സർഫേസ് തന്നിട്ടുണ്ട്. പിന്നെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ്ഡ് ബൈ 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പം അത് നിലവിലുള്ള ആ ഒരു ടെമ്പറേച്ചർ സ്റ്റാറ്റ്സിനും 10 ഡിഗ്രിയിൽ കൂട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ആൽഫ ബീറ്റ ഗാമ ഇവർ തമ്മിലുണ്ടാവുന്ന റിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 1:2:3 എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ റിലേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഈ കാണിച്ചിരിക്കുന്ന വോളിയത്തെ നമുക്ക് A³ എന്ന് എഴുതാം. ആൽഫയെ ഗാമയെ നമുക്ക് 3 ആൽഫ എന്ന് എഴുതാം. ഡെൽറ്റ ടി ആസ് യൂഷ്വൽ ഡെൽറ്റ ടി, മാറ്റാനൊന്നും നമുക്കില്ല. ഇനി നമുക്ക് ഈ ക്യൂബിൻ്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സർഫസ് ഏരിയ എന്ന് പറയുന്ന സമയത്ത് ആ ജോമെട്രിയുടെ എല്ലാ ഫേസുകളുടെയും ഏരിയകൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും, അതാണ് അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യൂബായിരിക്കുമ്പം നമുക്കറിയാം സർഫസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് 6 ഫേസാണ് ഉണ്ടാവുക. എല്ലാ ഫേസിൻ്റെയും ഏരിയ നമുക്ക് എത്ര ഇരിക്കും, A² തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് തന്ന പ്രകാരമാണ് 6A² ഇസ് ഈക്വൽ ടു 24 എന്നിവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ A² ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. A ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 2 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, കാരണം ഈ മീറ്റർ സ്ക്വയറിലാണ് നമുക്കിവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്, സർഫസ് ഏരിയ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ A³ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2³ എന്ന് എഴുതാം. 2³ ഇൻറ്റു 3 ഇൻറ്റു ആൽഫയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 5 ഇൻറ്റു 10⁻⁻⁴ ആണ്. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. 10 ഡിഗ്രി സെൽഷ്യസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്കെയില് 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന സമയത്ത് ആൽഫ വാല്യൂവും അത് സെൽഷ്യസിൽ തന്നെയാണോ എക്സ്പ്രസ് ഇരിക്കുന്നതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്കത് മറന്നുപോയാൽ നമുക്കറിയാം ഫൈനൽ ആൻസറിനകത്ത് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ എഴുതാം 3 ഇൻറ്റു 2⁻³ 8 ഇൻറ്റു 15 ഇൻറ്റു 10⁻³ എന്ന് കൊടുക്കാം നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ്. സോ ഇവിടെ 10 ഇൻറ്റു 10⁻⁻⁴ ഈസ് 10⁻⁻3, 3 ഇൻറ്റു 8 ഇൻറ്റു 15. സോ നൗ ഇറ്റ് ഈസ് 0, ഇറ്റ് ഈസ് 120 ഇൻറ്റു 10⁻⁻³ എന്ന് കൊടുക്കാം. ഓക്കെ, സോ യു ക്യാൻ കൺക്ലൂഡ് ദിസ് വൺ. ഇറ്റ് ഈസ് ഇൻ മീറ്റർ ക്യൂബിലാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. മീറ്റർ ക്യൂബിൽ വരുന്ന സമയത്ത് 120 എന്ന് പറയും. ഹോപ്പ് ഇറ്റ് ഈസ് 120, 515, 8 ഇൻറ്റു 5 40, 120. ഓക്കെ, 120 × 10⁻³ മീറ്റർ ക്യൂബ് തന്നെയാണ് നമുക്ക് വരുന്ന ആൻസർ. ഇറ്റ് ഇസ് മീറ്റർ ക്യൂബ്, ബട്ട് വി ആർ സപ്പോസ് ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇവിടെ ആൻസറിൽ മൊത്തം സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് 120 ഇൻറ്റു 10⁻⁻³ ഇൻറ്റു, സോ 1 മീറ്റർ ഈസ് ഈക്വൽ ടു 10⁻² സെൻറ്റിമീറ്റർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്യൂബാണ് 10⁻6 അല്ലേ, സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഒരു മീറ്ററിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ ഇറ്റ് ഈസ് കമ്മിങ് 120 ഇൻറ്റു 10⁻³ സെൻറ്റിമീറ്റർ ക്യൂബാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് കമ്മിങ് അറൗണ്ട് 1.2 ഇൻറ്റു 10⁻⁵ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വിൽ ബി 1.2 ഇൻറ്റു 10⁻⁵ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഫൈനൽ ആൻസർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂണിറ്റുകളിൽ മാറ്റം വരിക. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് പറയുന്ന സമയത്ത് സെൽഷ്യസിന് പകരം നമ്മൾ കെൽവിനിൽ പറയുക എന്ന് പറയുന്ന പോലെ ചേഞ്ചസ് ആണ് നിങ്ങളോട് ഒബ്സർവ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ എടുത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കണം. നൗ ദർ ഇസ് വൺ മോർ. A thin rod having length 1 meter and area of cross section 3 into 10⁻⁻6 meter square is suspended vertically from one end. The rod is cooled from 210 degrees Celsius to 160. After cooling, a mass M is attached at the lower end of the rod such that the length of the rod again become 1 meter.
Young's modulus and coefficient of linear expansion of the rod are 2 into 10 raised to 11 and 2 into 10 raised to minus 5 respectively. The value of m ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒരു റോഡ് എടുത്ത് ഇതേപോലെ ഒരു എൻഡിൽ ഫിക്സ് ചെയ്തു. നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ട് അവിടെ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അത് കോൺട്രാക്ഷൻ ആയിരിക്കാം, എക്സ്പാൻഷൻ ആയിരിക്കാം. സോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ കേസ്. സോ ഹിയർ യു നോ ദാറ്റ് നിങ്ങളിതിനെ ഹീറ്റ് ചെയ്തു, അത് എന്ത് ചെയ്തു, കോൺട്രാക്ഷൻ വന്നു. അങ്ങനെയാണെങ്കിൽ ആ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ മാസ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത്തും നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത്തും എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നതിന് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇനീഷ്യൽ കേസിലാണെങ്കിൽ നമുക്കതിന് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് നമ്മൾ എഴുതും. ഇനി ഇതേ കേസ് നമ്മൾ ഒരു ലോഡ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മാസ് എടുത്ത് നമ്മളിവിടെ തൂക്കിയിടുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചും നമ്മൾ എന്തായിട്ട് നിർത്തിയിട്ടുണ്ട്, 1 മീറ്റർ ആയിട്ട് നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രണ്ട് സമയത്തും നമ്മൾ ആ ചേഞ്ച് 1 മീറ്റർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ രണ്ട് സമയത്തും ഉണ്ടാവുന്ന ആ പ്രോസസ്സിൽ വരുന്ന വ്യത്യാസം മാത്രമേ നമ്മളിവിടെ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇനീഷ്യൽ കേസിൽ നമുക്കത് ഡെൽറ്റ എൽ ഇസിക്വൽ എൽ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി എന്ന് കൊടുത്തേക്കാം. രണ്ടാമത്തെ കേസിൽ നമുക്ക് യങ്സ് മോഡുലസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കറിയാം സ്ട്രെസ് ബൈ y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. അങ്ങനെയാകുമ്പം ഈ കാണിച്ചിരിക്കുന്നത് y is equal to സ്ട്രെസ്സിനെ ഞാൻ ഫോഴ്സ് ബൈ ഏരിയ എന്നും സ്ട്രെയിനിനെ ഞാൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ എൽ എന്ന് എഴുതും. എനിക്കിതിനകത്ത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, മെഷർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ഇവിടെ എന്തായിരിക്കുന്നത്, സെയിം ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് y ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു എഫ് ബൈ എ എന്ന് കൊടുത്തേക്കാം. സോ ഡെൽറ്റ എല്ലിനെ നിങ്ങൾക്ക് ഇവിടെ ഐസൊലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു വൈ എന്ന് കൊടുത്തേക്കാം. ഇവിടെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൂക്കിയിട്ടിരിക്കുന്ന മാസിൻ്റെ വെയിറ്റ് ആയിട്ട് കിടക്കാം. നമുക്കതിന് എം ജി എൽ divided by ay എന്ന് എക്സ്പ്രസ് ചെയ്യാം. So this is the changing length when you suspended the load mg over the road which makes the elongation by 1 meter എന്നുള്ള കൺസെപ്റ്റ്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് രണ്ടും സെയിം ആണ്. നമ്മൾ ഇങ്ങനെ എഴുതാം, എൽ ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എം ജി എൽ ഡിവൈഡഡ് ബൈ എ വൈ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി എൽ നമുക്ക് കളഞ്ഞേക്കാം. അങ്ങനെയെങ്കിൽ എൽ ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു എ വൈ ഡിവൈഡഡ് ബൈ ജി ഈസ് യുവർ മാസ്. ഇതാണ് നിങ്ങളെ ക്വസ്റ്റ്യൻ. ഇവിടെ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ മാസാണ്. നമുക്കിവിടെ വാല്യൂസ് ഓരോന്നും തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ആൽഫ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് കമ്മിങ് 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 15 കെൽവിൻ ഇൻവേഴ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ലെറ്റ് us write here which is equal to 2 ഇൻറ്റു 10 റേസ് ടു മൈനസ് 5 എന്ന് കൊടുക്കാം നമുക്ക്. ആൻഡ് ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഡിഫറൻസ് 210 160 ആണ്. നമുക്ക് അവിടെ ഡിഫറൻസ് വന്നിരിക്കുന്ന 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ലെറ്റ് us write here it is 50 ഡിഗ്രി സെൽഷ്യസ് ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന വാല്യൂ, അതായത് നമ്മുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് നമുക്ക് മെഷർ ചെയ്തിരിക്കുന്നത് കെൽവിൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ സ്വാഭാവികമായിട്ടും സെൽഷ്യസിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് മാറ്റിയിരിക്കണം, കെൽവിനിലോട്ട് മാറ്റി പറയണം. അങ്ങനെ വരുമ്പോൾ 150 എന്ന് പറഞ്ഞിരിക്കുന്ന കേസിനെ നമുക്ക് 50 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് മാറ്റേണ്ടി വരും കെൽവിനിലോട്ട്. അങ്ങനെയെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതി വെച്ചു. ആൻഡ് നൗ ഇറ്റ് ഈസ് ആൽഫ ആൻഡ് ഡെൽറ്റ ടി ഇൻറ്റു ഏരിയ. നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഇറ്റ് ഈസ് കമ്മിങ് 3 ഇൻറ്റു 10 റേസ് ടു minus 6 into Young's modulus of the material. I think it's also given 2 into 10 raised to 11. Let us here 2 into 10 raised to 11
ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുക്കാം, ജി വാല്യൂ കൊടുക്കാം, ദാറ്റ് ഈസ് 10 എന്ന് കൊടുത്തേക്കാം. ഇനി ഇവിടെ 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാം, 50 പ്ലസ് 273 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 323 കെൽവിൻ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതിനകത്ത് റെസ്റ്റ് ഓഫ് ദ തിങ്സ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. 2 ഇൻറ്റു, ഓക്കെ, ഇവിടെ നമുക്ക് 10 raised to, I think this is -5, this is -6, 3 into 10 raised to -6, young's model is 2 into 10 raised to 11. Okay, fine. So here it is 2 into 323 into 3 into 10 raised to -11 plus 11 കൂടെ നമ്മൾ ക്യാൻസൽ 10 raised to 0 ഒന്നായി ഡിവൈഡഡ് ബൈ 10 ഉണ്ടാവും. So it is coming 2 into 6 into 323 divided by 10 എന്നായിട്ട് മാറും. So it's coming 1838 divided by 10 എന്ന് നമുക്ക് എഴുതാം. 323 into 6 എന്ന് പറയുമ്പം നമുക്ക് ഏകദേശം 18, 12, 13, okay, 18, okay, it's coming 1938 എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. If any correction you can make it 193.8 എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ആൻസർ വരുന്നുണ്ട്. So mass in kilogram they were asking, and here most of the things are given in SI unit, so you can just use that one. This will be the answer to the question. അപ്പോൾ നമുക്ക് elongation ഇവിടെ സെയിം ആക്കി നിർത്താൻ സാധിക്കും. Okay, so today I am winding up the session here since we have another session. So bye bye.